ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിരുന്ന സമയത്ത് ഒരു രണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന്, ഒരു ഹാർലെറ്റ് ഇട്ട് കൊടുത്തുകൊണ്ടിട്ട് ഇത്രയും ഒരു 76 ദിവസത്തെ ജേർണിയെ പറ്റി നോക്കുമ്പോൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുള്ളത് ആരാണെന്നുള്ളതും ഇനി അതിൽ എന്ത് ഇമ്പ്രൂവ്മെന്റ് കൂടി കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഹാർലെറ്റ് ഇടുക എന്നുള്ളതായിരുന്നു ഒരു ഗെയിം. പിന്നെ മറ്റൊരു ഗെയിം എന്ന് പറയുന്നത് മത്സരാർത്ഥികളുടെ ഉള്ളിലുള്ള കുറെ ഇൻസെക്യൂരിറ്റീസും കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സത്യം പറയാനുള്ള ഒരു അവസരമായിരുന്നു. സത്യം പറഞ്ഞുകൊണ്ട് അപ്പൊ ലാലേട്ടൻ അതിൽ പറയുന്നത് ഇത്തരത്തിൽ ഓപ്പൺ ആയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ചില നഗ്ന സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ മാറ്റിയെടുക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുകൊണ്ടിട്ട് തന്നെ സത്യം തന്നെ പറയണം എന്നുള്ളതാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലാണ് ടാസ്ക് തുടങ്ങുന്നത്. അപ്പൊ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർ വരുന്നു, ഒരു ബൗളിൽ കുറച്ച് ചിറ്റ്സ് ഇട്ടിട്ടുണ്ടാവും. ആ ചിറ്റ്സിൽ ഓരോന്നിലും ഓരോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ ഒരു കാര്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളെ ചൂസ് ചെയ്യുക, റീസൺ പറയുക എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ ഇനി അതിൽ ആ ഒരു സത്യസന്ധമായിട്ടുള്ള ആ ഒരു ഒപ്പീനിയൻസ് പറയുക എന്നുള്ളത് തന്നെയായിരുന്നു ആ ഒരു ടാസ്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ഋഷിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ഈ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ ഫേക്ക് ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്നത് ആരാണ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന് ഋഷി പറഞ്ഞ ആൻസർ എനിക്ക് അങ്ങനെ ഒരു ഉത്തരമില്ല ലാലേട്ട. അപ്പം ലാലേട്ടൻ ചോദിച്ചു തുറന്ന് പറയാനുള്ള ഭയം കൊണ്ടിട്ടാണോ പറയാത്തത് എന്ന് ചോദിക്കുമ്പം ഋഷി പറഞ്ഞു ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ആൻസർ ഇല്ല. നേരത്തെ ആയിരുന്നെങ്കിൽ ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു ആൾക്കാരില്ല, ആരും അങ്ങനെ ഫേക്ക് ആയിട്ട് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. പൊതുവെ ലാലേട്ടൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടേതായിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പൊതുവെ ലാലേട്ടൻ അതൊരു അരിശമായിട്ട് വരാറുണ്ട്. അപ്പം ലാലേട്ടൻ ചോദിച്ചു ഇപ്പോ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്കിനി ആ ആളുകളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ ഈ ഒരു ഉത്തരത്തിന് വേണ്ടിയിട്ട്, എന്താണെങ്കിലും ഋഷിക്ക് അങ്ങനെ പറയാനില്ലെങ്കിൽ ഋഷി പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഇനി ആർക്കെങ്കിലും ഇതിനൊരു ഉത്തരം കൊടുക്കാനുണ്ടോ എന്നുള്ളത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നിയത് ഋഷിക്ക് അവിടെ ഒരു ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ട് തന്നെയായിരിക്കും ആ ഒരു ഉത്തരം പറയാൻ പറ്റാത്തത്. പൊതുവെ ഋഷി പറയുന്നതും പെർഫോം ചെയ്യുന്നതുമായ കാര്യങ്ങളിലൊക്കെ ഒരു ഗൈഡൻസ് ഒരു ഭാഗത്തു നിന്നും കിട്ടാറുണ്ട്. ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം ഋഷിക്ക് ആ ഒരു ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ട് എന്താണ് പറയേണ്ടത് എന്നുള്ളത് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും ഋഷി പറയാത്തത്. പക്ഷേ ഈ ഒരു സംഭവം ഈ ഒരു ടാസ്കിന്റെ അവസാന ഭാഗത്തിലേക്ക് ഋഷിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ഇതിൽ ലാലേട്ടൻ നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. അതെന്താണ് നമുക്ക് വഴിയെ സംസാരിക്കാം. എന്താണെങ്കിലും ആ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ പിന്നീട് പറയുന്നത് ജാസ്മിൻ ആണ്. അപ്പൊ ജാസ്മിൻ അതിൽ അൻസിബേനെയാണ് പറയുന്നത്. ജാസ്മിൻ പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേക്ക് ഫ്രണ്ട് ആയിട്ട് തോന്നുന്നത് അൻസിബേനെയാണ്. അൻസിബയുടെയും ഋഷിയുടെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ടിട്ടാണ് ജാസ്മിൻ പറയുന്നത്. പൊതുവെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളെ പൊതുവായിട്ട് ചൂണ്ടിക്കാട്ടാൻ പറ്റിയില്ലെങ്കിൽ പോലും മാറ്റി നിർത്തിയിട്ട് അത് തിരുത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷെ അൻസിബ് അത് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഋഷി പെട്ടെന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടിട്ട് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് അതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമെന്ന്. അപ്പൊ ജാസ്മിൻ പറഞ്ഞു ക്യാപ്റ്റൻസിയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ളവരെല്ലാവരും അത്ര മോശമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ പോലും ന്യായീകരിച്ച് സംസാരിച്ചത് അൻസിബയാണ്. അവിടെയും ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു തെറ്റ് തിരുത്തി കൊടുക്കാനായിട്ട് സംസാരിക്കുന്നതോ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ജാസ്മിൻ പറഞ്ഞത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അബിയോടായിരുന്നു. പൂർണ്ണമായും സത്യസന്ധമായിട്ട് ഗെയിം കളിക്കുന്ന ആരാണെന്ന് ചോദിച്ചപ്പോൾ അബി ഓഫ് കോഴ്സ് ഋഷിയാണ് പറഞ്ഞിട്ടുള്ളത്. മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഋഷിയെ വളരെയധികം എളുപ്പമാണ്, കാരണം ഋഷി പ്യുവർ സോളാണ് എന്നുള്ളതാണ് അഭിഷേകിന്റെ ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് അഭിഷേക്, ഋഷി, അൻസിബ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി വല്ലാണ്ട് ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഭയങ്കര സഹകരണ മനോഭാവത്തോടെ പോകുന്ന ആളുകളാണ്. അതുകൊണ്ടിട്ട് തന്നെ അബിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു ഉത്തരങ്ങളാണ് പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നുള്ളതും ഒരു വാസ്തവമാണ്. അപ്പോൾ അബി പറഞ്ഞ ഋഷീനെ തന്നെയാണ്. അത്രയ്ക്കൊരു പ്യുവർ ആയിട്ടുള്ള ഒരാളാണ്, വളരെ സത്യസന്ധമായി കളിക്കുന്ന ഒരാളാണ്. പല കാര്യങ്ങളും അങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ പോലും അത് മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാത്ത കാര്യങ്ങളിൽ ഒരു വിമുഖത കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. ചില സമയത്ത് ലൈവൊക്കെ കാണുന്ന സമയത്ത് ചിലപ്പോൾ തോന്നിയിട്ടുമുണ്ട്. ഋഷി ചില കാര്യങ്ങളൊക്കെ ആ ഒരു ഋഷിക്ക് ക്യാപ്റ്റൻസി കിട്ടിയ സമയത്തൊക്കെ അൻസിബയും നോറയും അഭിഷേകും ഒക്കെ ഇരുന്ന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ആ രീതിയിൽ ടീം സ്പ്ലിറ്റ് ചെയ്യണം, അത് ഇന്ന രീതിയിലേക്ക് സാധ്യതകൾ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഋഷി ചോദിച്ചിരുന്നു അതൊക്കെ മോശമല്ലേ അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു സത്യസന്ധമായിട്ട് ചില സമയത്ത് കളിക്കാറുണ്ട്. പക്ഷെ ടാസ്കുകളൊക്കെ വരുമ്പോൾ പല സമയങ്ങളിലും മോശം രീതിയിലും കളിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നീട് സഹതാപം ഏറ്റവും കൂടുതലായിട്ട് സഹതാപത്തിന്റെ വോട്ട് പിടിച്ചു പറ്റുന്ന ആരാണെന്ന ചോദ്യത്തിന് അൻസിബ നോറയാണ് പറയുന്നത്. വിക്ടിം കാർഡ് ഇറക്കിക്കൊണ്ടിട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ ഒരു സഹതാപ തരംഗം സൃഷ്ടിക്കാനായിട്ട് നോറ ശ്രമിക്കുകയാണ് വിക്ടിം കാർഡ് ഇറക്കിക്കൊണ്ടിട്ട്. അത് വളരെ റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നൊക്കെയാണ് അൻസിബ പറയുന്നത്. അതുപോലെ പിന്നീട് ചോദിക്കുന്നത് സിജോയോടാണ്. ബെസ്റ്റ് സ്ട്രാറ്റജി ആരുടെയാണെന്ന് ചോദിക്കുമ്പോൾ സിജോ പറയുന്ന സായിനെയാണ്. സായിയുടെ ഒബ്സർവേഷൻ മൈൻഡ് വളരെ അടിപൊളിയാണ്, വീക്ക് പോയിന്റ്
പോയിന്റും സ്ട്രോങ് പോയിന്റുകളൊക്കെ മനസ്സിലാക്കി മർമ്മം നോക്കി അടിക്കാനുള്ള ഒരു കഴിവ് സായിക്കുണ്ട് എന്നുള്ളതാണ് സിജോ പറയുന്നത്. പക്ഷെ അതൊരു പ്രേക്ഷകർക്കോ ലൈവ് കാണുന്നവർക്കോ എപ്പിസോഡ് കാണുന്നവർക്കോ ഒരു പ്രേക്ഷകർക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇതുവരെ അത്തരത്തിലുള്ള ഒരു ഫീഡ്ബാക്ക് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നീട് വളച്ചൊടിക്കാൻ മിടുക്ക ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ അത് അപ്സര പറയുന്നത് ജിൻഡോയാണ്. സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ജിൻഡോ ചേട്ടൻ ശ്രമിക്കാറുണ്ട്. എത്ര വലിയ തെറ്റുകളെയും ശരിയാക്കി മാറ്റാൻ വേണ്ടി എത്രത്തോളം വളച്ചൊടിക്കാൻ പറ്റുമോ അത്രത്തോളം ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് അപ്സര ജിൻഡോയെ പറ്റിയിട്ട് പറയുന്നത്. ഇരട്ടത്താപ്പുകൾ കാണിക്കുന്ന വ്യക്തി ആരാണെന്നുള്ള ചോദ്യത്തിന് നോറ അൻസിബയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം ജയിൽ നോമിനേഷൻ ടാസ്കിൽ അൻസിബ പറഞ്ഞൊരു കാര്യം പഴയ ജിൻഡോയെ കാണാനാണ് താല്പര്യം എന്നുള്ളതായിരുന്നു അൻസിബയുടെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നോറ ഇവിടെ എടുത്തിട്ടിട്ട് പറയാണ്, പഴയ സമയത്ത് ജിൻഡോ ചേട്ടൻ പഴയ ആളായിട്ടിരുന്ന സമയത്ത് പലപ്പോഴും അൻസിബ മാറി നിന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജിൻഡോ എന്താണ് കാണിക്കുന്നത്, ജിൻഡോയെ പിടിച്ചിട്ട് ഇടിക്കാൻ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് അത് തിരുത്തി പറഞ്ഞുകൊണ്ട് ഇരട്ടത്താപ്പുകൾ കാണിക്കുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത്രത്തോളം ജിൻഡോ ചേട്ടൻ മാറി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലും പഴയ ആളായിട്ടാണ് വേണ്ടത് എന്ന് പറയുമ്പം അതൊരു ഇരട്ടത്താപ്പ് തന്നെയാണെന്നുള്ളതാണ് നോറയുടെ ഭാഗത്ത് നിന്ന് പറയുന്നത്. പിന്നീട് തനിക്ക് ഭീഷണിയായി തോന്നുന്ന വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ നന്ദന ജിൻഡോയാണ് പറയുന്നത്. എല്ലാം വള്ളി കയറി പിടിക്കാറുണ്ട്, അതുകൊണ്ടിട്ട് ജിൻഡോ ചേട്ടൻ തന്നെയാണ് ഭീഷണി എന്നുള്ളതാണ് നന്ദന പറയുന്നത്. എത്ര ബാലിശ്യമായിട്ടുള്ള കാരണങ്ങളാണ് പറയുന്നതെന്ന് ആ ഒരു സമയത്ത് ചിന്തിച്ചു പോയി. അവിടെ നിൽക്കാൻ യോഗ്യത ഇല്ലാത്തത് ആരാണെന്നുള്ള ചോദ്യത്തിന് സായി ജാസ്മിന്റെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സർട്ടിൽ സ്റ്റേജിലേക്ക് ജാസ്മിൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള രീതിയിൽ നിന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള ഹൈപ്പും കാണാറുണ്ട്, അതുപോലെ ഡിപ്പും കാണാറുണ്ട്. ഒരു സർട്ടിൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഈ ഒരു റീസൺ പറഞ്ഞുകൊണ്ടിട്ട് ജാസ്മിനെയാണ് സായി പറയുന്നത്. മോശം ഗെയിം കളിക്കുന്നത് ആരാണെന്നുള്ള ചോദ്യത്തിന് ജാസ്മിൻ ജിൻഡോയുടെ പേരാണ് പറഞ്ഞത്. സഹമത്സരാർത്ഥി എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും ജിൻഡോ അവിടെ ചെയ്ത് കൂട്ടുന്നുണ്ട് എന്നതാണ് ജാസ്മിന്റെ വാദം. ഒരു തേർഡ് പാർട്ടി എന്നുള്ള രീതിയിൽ പുറമേ നിന്ന് കാണുമ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതല്ല, ഒരു സഹമത്സരാർത്ഥികൾക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ജിൻഡോ ചേട്ടൻ അവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ജിൻഡോ കളിക്കുന്ന ചില ഫേക്ക് ഗെയിമുകളെ പറ്റിയിട്ടായിരിക്കാം ജാസ്മിൻ അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പിന്നീട് ഫിനാലെ എത്തില്ല എന്ന് തോന്നുന്നത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ജിൻഡോ അവിടെ ജാസ്മിന്റെ പേരാണ് പറയുന്നത്. തന്റെ ഓപ്പോണൻസിന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ജാസ്മിൻ. പക്ഷെ പല പ്രവർത്തികൾ കൊണ്ടിട്ടും ജാസ്മിന്റെ ഗെയിം വല്ലാണ്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ തനിക്കൊരു എരയെ അല്ല ജാസ്മിൻ എന്നുള്ളതാണ് ജിൻഡോ പറയുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് ജാസ്മിൻ അവിടെ ജിൻഡോയെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അല്ലെങ്കിൽ മോശം ഗെയിം കളിക്കുന്ന ജിൻഡോ ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ജിൻഡോ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു ആക്ട് അവിടെ കാണിക്കുകയുണ്ടായി. അത് ജാസ്മിൻ കാണുകയും അത് അവിടെ തന്നെ വീണ്ടും എടുത്തിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ തന്നെ നിൽക്കുന്ന സമയത്ത് ഇത്രയും മോശമായിട്ട് ചെയ്യുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് അത് വീണ്ടും ജാസ്മിൻ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ലാലേട്ടൻ അവിടെ ചോദിച്ചു, ഈ ഒരു ജിൻഡോ സംസാരിച്ചതിന് ശേഷം ലാലേട്ടൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായത് ഇത്രയും മോശമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാസ്മിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഒരു പ്രവൃത്തി വരുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്തേനെ? അപ്പൊ ഇത്രയും ഒരു മോശം ആക്ട് ചെയ്യുന്ന നിങ്ങൾ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് ഉണ്ടായത് എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. അത് ചോദിക്കുന്നതിന് കാരണമുണ്ട്. ജിൻഡോ എപ്പോഴും ആ ഒരു ജിൻഡോയും ഗബ്രിയെയും പുറത്താക്കപ്പെട്ട ആ ഒരു സമയത്തിന് ശേഷം ജിൻഡോ അകത്ത് വന്നതിന് ശേഷം എല്ലാ ടാസ്കുകളിലും അല്ലെങ്കിൽ എല്ലാ ഒരു പബ്ലിക് ആയിട്ടുള്ള പ്ലേസുകളിലും ജിൻഡോ ഷോക്കേസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ മാറി, ഒരുപാട് കാര്യങ്ങൾ മാറ്റി, അല്ലെങ്കിൽ ഞാൻ അതിനുശേഷം നന്നായി എന്നുള്ള ഒരു സെൽഫ് പ്രൊമോഷൻ കൊടുക്കാനായിട്ട് ജിൻഡോ ശ്രമിക്കുന്ന ഒരേ ഒരു കാര്യം ഇത് തന്നെയാണ്. ഞാൻ മാറി, അല്ലെങ്കിൽ നല്ല ആളായി, ചീത്ത വാക്കുകളൊക്കെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷം വീണ്ടും ഈ ഒരു സംഭവം പറയുമ്പോൾ അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് എന്ത് മാറ്റമാണ് നിങ്ങൾക്കുണ്ടായത്, അപ്പം നിങ്ങൾ പറയുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അതിനുശേഷം പൊതുവായിട്ട് ലാലേട്ടൻ അവിടെ പറയുന്ന ഒരു കാര്യമാണ്, ഒരു ഗെയിമിൽ നടക്കുന്ന കാര്യത്തെ മനസ്സിലേക്ക് എടുത്തുകൊണ്ട് മറ്റൊരു ഗെയിമിൽ അതിനെ ഇൻപുട്ട് കൊടുത്തുകൊണ്ട് മനഃപൂർവ്വം അതിനെ വിനിയോഗിക്കാൻ ശ്രമിക്കുന്നത് അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ ആർക്കും ടോളറൻസ് ഒന്നുമില്ല. എല്ലാവരും അത്തരത്തിലുള്ള ബാലിശമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്നില്ല എന്ന് എപ്പോഴും ലാലേട്ടൻ പറയുന്നത്. അത് തന്നെയാണ് ലാലേട്ടൻ അപ്പോഴും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജിൻഡോ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ലാലേട്ടൻ അങ്ങനെയല്ല, ഞാൻ ഒരുപാട് മാറാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് മാറി, ലാലേട്ടൻ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഒരു ചീത്ത വേർഡും യൂസ് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് ജിൻഡോ പറയുന്നത്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു അതൊന്നും എനിക്കറിയണ്ട, പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ മോശമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു റിയാക്ഷനാണ് ലാലേട്ടന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്തരത്തിലാണ് ഈ ഒരു മത്സരാർത്ഥികളുടെ ഉള്ളിൽ നിന്നും സത്യം പുറത്ത് പറയാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞൊരു ടാസ്ക് വഴി അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പലരും സത്യസന്ധമായിട്ട് ഈ ഒരു അവസരത്തെ ഉപയോഗിച്ച് പല കാര്യങ്ങളും അവിടെ തുറന്നടിച്ചിട്ടുണ്ടെങ്കിൽ പോലും വളരെ ചുരുക്കം പേര് ഒരു സേഫ് ഗെയിമിൽ തന്നെ നിന്നുകൊണ്ടിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പലതും തുറന്ന് പറയാനായിട്ട്
മടി കാണിക്കുന്നുണ്ടായിരുന്നു, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സത്യസന്ധമായി എല്ലാവരും പറഞ്ഞു എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതിനുള്ളൊരു ചാൻസ്, അതിൽ ഗെയിം ട്വിസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസിനെ ആരും ഉപയോഗിച്ചില്ല എന്നുള്ളത് തന്നെ പറയാം. വളരെ ചുരുക്കം പേരെന്നാൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ അവിടെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.